ഓം ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗുണം വന്നുകൊള്ളും. പ്രിയരെ, അഞ്ചുതെങ്ങിൽ ഡൌസ് കോട്ടേജ് എന്നൊരു മാളിക വീടുണ്ടായിരുന്നു. അവിടുത്തെ സെബാസ്റ്റ്യൻ ഗോമസ് പള്ളിക്കാര്യങ്ങളിൽ സജീവമായി പങ്കെടുത്തു വന്നിരുന്ന ഒരു വിശ്വാസിയായിരുന്നു. ഒരു കാലത്ത് വലിയ പ്രതാപിയായി കഴിഞ്ഞു വന്നിരുന്ന ഗോമസ് പിന്നീട് വലിയ കടക്കെണിയിൽ അകപ്പെടുകയുണ്ടായി. അവസാനം ആദ്യകാലം മുതൽ ഉണ്ടായിരുന്ന ഒരു റൊട്ടിക്കട മാത്രം അവശേഷിച്ചു. ഗോമസിന്റെ കടയിലെ റൊട്ടിക്ക് ഒരു പ്രത്യേക മണവും രുചിയും ഉണ്ടായിരുന്നു. നാട്ടുകാർക്കിടയിൽ അതിന് വലിയ പ്രിയവുമായിരുന്നു. എന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ റൊട്ടിയുടെ ഗുണം കുറഞ്ഞു വരുവാൻ തുടങ്ങി. റൊട്ടി ഉണ്ടാക്കുന്നതിനായി പാകപ്പെടുത്തി വെക്കുന്ന മാവ് പതഞ്ഞു പൊങ്ങി വരാത്തതായിരുന്നു റൊട്ടിയുടെ ഗുണമില്ലായ്മയ്ക്ക് പ്രധാന കാരണമായി തീർന്നത്. ഗോമസ് വിദഗ്ധരായിട്ടുള്ള പലരെയും മാറി മാറി കൊണ്ടുവന്ന് റൊട്ടി ഉണ്ടാക്കിച്ചു. പക്ഷെ അവരുടെയൊന്നും പരിശ്രമം വിജയിക്കുകയുണ്ടായില്ല. പതഞ്ഞു പൊങ്ങാത്ത മാവ് കൊണ്ടുണ്ടാക്കി വന്ന റൊട്ടിക്ക് അവസാനം ആവശ്യക്കാരില്ലാതെയായി. ഒടുവിൽ ഗോമസിന് റൊട്ടിക്കട പൂട്ടിയിടേണ്ട സ്ഥിതിയായി. പല പള്ളികളിലും പോയി ഗോമസ് നേർച്ചയും പൂജയും ഒക്കെ നടത്തി നോക്കി. രഹസ്യമായി മന്ത്രവാദവും ചെയ്തു. ഇതെല്ലാമായിട്ടും റൊട്ടിക്കട പച്ച പിടിക്കുന്നതിനുള്ള യാതൊരു ലക്ഷണവും ഉണ്ടായി കണ്ടില്ല. അങ്ങനെയിരിക്കെ നിരാശനും അവശനുമായി തീർന്നിരുന്ന ഗോമസിന്റെ ആ അനുഭവം ഒരു ദിവസം കൊച്ചുകുഞ്ഞു മാടനാശാൻ എന്നൊരു മിത്രം അറിയാനിടയായി. നല്ലൊരു ഗുരുഭക്തനായിരുന്ന ആശാൻ അടുത്തൊരു ദിവസം ഗോമസിനെയും കൂട്ടി ശിവഗിരിയിലെത്തി ഗുരുദേവനെ കണ്ടു വണങ്ങി. അപ്പോൾ ഗോമസ് പ്രത്യേകം വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിരുന്ന കുറച്ച് ബിസ്ക്കറ്റ് തൃപ്പാദങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെച്ചു. അത് കണ്ടിട്ട് ഗുരുദേവൻ ചോദിച്ചു, അതെന്താണ്? ഗോമസ്, മധുരമുള്ള കുറച്ച് ബിസ്ക്കറ്റാണ്. ഗുരുദേവൻ, നമ്മെ കാണാൻ വരുമ്പോൾ സാധനങ്ങൾ കൊണ്ടുവരുന്നത് എന്തിന്? അടുത്ത കടയിൽ ഇത് തൂക്കിവിറ്റ് പണം വാങ്ങിക്കൊള്ളണം. ഗോമസ്, സ്വാമിക്ക് സമർപ്പിച്ചത് വിൽക്കാൻ കൽപ്പിക്കരുത്, അത് സങ്കടമാണ്. ഗുരുദേവൻ അവിടെ കൂടി നിന്നവർക്കെല്ലാം ആ ബിസ്ക്കറ്റ് ഓരോന്നെടുത്ത് കൊടുക്കുവാൻ കൽപ്പിച്ചു. ഗോമസ് അന്നാദ്യമായി ഗുരുദേവനെ അടുത്തു കാണുകയായിരുന്നു. ബിസ്ക്കറ്റ് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ ഗോമസിനോട് ചോദിച്ചു, അഞ്ചുതെങ്ങിൽ ജോവാൻ ഗോമസിന്റെ മകനല്ലയോ? ഗോമസ് അതെ എന്നുത്തരം പറഞ്ഞിട്ട് തന്നെ ഗുരുദേവൻ തിരിച്ചറിഞ്ഞതിൽ ആശ്ചര്യപ്പെട്ടു. അതിൽ പിന്നെ റൊട്ടിക്കടയുടെ വിഷമസ്ഥിതിയും റൊട്ടിയുടെ മാവ് പൊങ്ങിവരാത്ത കാര്യവും ഗോമസ് സങ്കടപ്പെട്ടുകൊണ്ട് ഗുരുദേവന് മുന്നിൽ ഉണർത്തിച്ചു. ഗുരുദേവൻ അതെല്ലാം കേട്ടിട്ട് ഗോമസ് കാഴ്ചവെച്ചതിൽ മിച്ചം ഇരുന്ന ഒരു ബിസ്ക്കറ്റ് എടുത്ത് അയാൾക്ക് കൊടുത്തു. എന്നിട്ട് ഇപ്രകാരം അരുളി ചെയ്തു, പോയി റൊട്ടിയുണ്ടാക്കണം, ഗുണം വന്നുകൊള്ളും. ഗോമസിന് അത് കേട്ടപ്പോൾ വലിയ സമാധാനവും പ്രത്യാശയും ഉണ്ടായി. വീട്ടിൽ മടങ്ങിയെത്തിയതിനു ശേഷം ഗോമസ് പതിവ് പോലെ റൊട്ടിയുണ്ടാക്കുന്നതിന് വേണ്ട മാവ് പാകപ്പെടുത്തി വെച്ചിട്ട് ഉറങ്ങാൻ പോയി. അർദ്ധരാത്രിയായപ്പോൾ ഒരു ഭയങ്കര ശബ്ദം കേട്ട് ഗോമസ് ഞെട്ടിയുണർന്നു. അയാൾ റൊട്ടിക്കുള്ള മാവ് വച്ചിരുന്നിടത്തേക്ക് ഓടിയെത്തി. ആ പാത്രത്തിലിരുന്ന മാവ് പൊങ്ങി നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നതും അതിന്റെ ശക്തിയിൽ പാത്രത്തിന്റെ മൂടി ദൂരേക്ക് തെറിച്ചു വീണ് കിടക്കുന്നതും അയാൾ കണ്ടു. അപ്പോൾ ഗോമസും ഭാര്യയും നിറകണ്ണുകളോടെ ആ പാത്രത്തിന് മുന്നിൽ മുട്ടുകുത്തി നിന്ന് ഗുരുദേവനെയും യേശുദേവനെയും ധ്യാനിച്ചു പ്രാർത്ഥിച്ചു. പിന്നീട് ഗോമസിന്റെ റൊട്ടിയുടെ ഗുണം വീണ്ടും പഴയതുപോലെ പ്രസിദ്ധമായി. സ്നേഹപൂർവ്വം, രഞ്ജൻ, കയനാടത്ത്.